സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കൊല്ലം സുധിയെ ഇഷ്ടമാണ്. ഈ കൊല്ലം സുധീൻ്റെ ഭാര്യ രേണു കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ തനി തെമ്മാടിത്തരമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോരോ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. ഇപ്പം 2 ദിവസം മുമ്പ് ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ പഴയ ഭാര്യ ജീവൻ ഒടുക്കിയത് എന്തിനെന്ന് അതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അതായത് അവരുടെ പാടായി 10-12 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ വേറെ ജീവിതവും തേടി പോയൊരു സ്ത്രീ അവരുടെ എന്തോ ഒരു ഇത് പ്രശ്നം കൊണ്ടെന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്ത് നിന്ന് തന്നെ പോയി. ചിലപ്പോൾ കുറ്റബോധമായിരിക്കാം. അതായത് സുധിയെയും മകനെയും പിന്നെ ഇതുപോലെ തന്നെ ഉപേക്ഷിച്ച് പോയതിൻ്റെ കുറ്റബോധം കൊണ്ട് അവരെന്തെങ്കിലും ചെയ്തതായിരിക്കാം. പക്ഷെ ഇപ്പോഴും അത് വിളിച്ചു പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അതായത് ജനങ്ങളുടെ മനസ്സിൽ ഇനിയിപ്പോൾ സുധിയാണോ കാരണം, ഇല്ലെങ്കിൽ സുധി ഇങ്ങനെ ചെയ്തതാണോ എന്നുള്ള തരത്തിൽ ഒരു സംശയം വരത്തില്ലേ? ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ രേണു എന്ന് പറയുന്നത് ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശുദ്ധ തമ്മാടിത്തരം തന്നെയാണ്. അതായത് കുറച്ച് സഹതാപവും വേദനയും ദേഷ്യവും കാര്യങ്ങളും അതായത് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു പരിപാടിക്ക് നമുക്ക് ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോജിക്കാൻ കഴിയില്ല. കാര്യങ്ങളിലൊക്കെയാണ് 2 മക്കളെ കൊണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇമാതിരി തോന്നിയ വാസം കാണിക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ്റെ ലൈഫ്, അയാൾ ഈ ലൈഫിൽ നിന്ന് പോയവിടുന്ന് അയാളുടെ ആദ്യത്തെ ഭാര്യയും പോയി, ഇനിയിപ്പോഴും തന്നെ ആ മകൻ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാണ് വല്ലവരുടെയും കാര്യം വന്നിട്ട്, അതായത് സുധിച്ചേട്ടൻ്റെ ആദ്യ വൈഫിനോട് സംസാരിച്ചിരുന്നു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ ആദ്യ വൈഫ് ജീവൻ ഒടുക്കി. ഇനി അഥവാ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് രേണു വന്ന സമയത്ത് തന്നെ വീണ്ടും ഈ വൈഫ് വിളിക്കുകയാണ്, എനിക്കന്നൊരു അബദ്ധം പറ്റിപ്പോയതാണ്, ഞാൻ തിരിച്ചു വന്നോട്ടെ, നിങ്ങളൊന്ന് തിരിച്ചു പോകുമോ എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു അനാവശ്യമായിട്ടുള്ള ഒരു പിന്നെ ഇൻ്റർവ്യൂ ആണ്. ഒരാവശ്യമില്ലാത്തൊരു ഇൻ്റർവ്യൂ ആണ്. അവരുടെ വൈഫ്, അത് ഏതോ ഒരാളുടെ വൈഫ്, അയാളുടെ കൂടെ പോയി ജീവിച്ചു, അത് കഴിഞ്ഞു അവിടെ. പിന്നെ വീണ്ടും വന്നിട്ട് എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്? ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം? അതായത് കുറേ ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ കമൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൈകൂട്ടി ചിരിക്കാമെന്നല്ലാതെ ഒരു മനുഷ്യന്മാർക്ക് പോലും ഒരു നേട്ടമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്ന ഒരുപാട് കമൻറ്റുകളുണ്ട്. കമൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, സുധി അത്രയും കൊള്ളരുതാത്തവനായത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സുധിയെ സഹിച്ചുകൊണ്ടായിരിക്കാം അവർ നിന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധി എന്ന് പറയുന്ന വ്യക്തി മോശമാണ്, ജീവിതത്തിൽ അയാൾ വട്ടപൂജ്യമാണ്, അതുകൊണ്ടാണ് ആ സ്ത്രീ വിട്ടുപോയത് എന്നുള്ള തരത്തിൽ സുധിയെ മോശക്കാരനാക്കുന്ന ഒരുപാട് കമന്റുകളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? ആ മനുഷ്യനിടുന്ന് പോയി, ആ മനുഷ്യന്റെ ഭാര്യയും പോയി, പിന്നെ എന്തിനാ അവരെ പറ്റി പറയുന്നത്? അവരെ പറ്റി പറഞ്ഞുകൊണ്ട് ഇവർക്ക് എന്താണ് നേടാനുള്ളത്? ആ ഒരു യൂട്യൂബ് ചാനലിന്, ഇവർ ഇന്റർവ്യൂ ചെയ്യുന്ന ചാനലിന് നല്ലൊരു കണ്ടന്റ് അത്. അതായത് ആദ്യ ഭാര്യ പോയത് എന്തിന്, ആദ്യ ഭാര്യ വിട്ടുപോയത് എന്തിന് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മറ്റൊരു കാര്യം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുധിയുടെ ഭാര്യ അതായത് രേണു ജീവിതത്തിൽ വന്നതിൽ പിന്നെ ഒരു പ്രാവശ്യം ഇവരെ വിളിച്ചിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പിന്നെ സംസാരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ മരിച്ചപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആദ്യ ഭർത്താവ് വിളിച്ചിട്ട് മകനെ വിടുമോ എന്ന് ചോദിച്ചു. പക്ഷെ മകന് പോകാനുള്ള താല്പര്യമില്ലായിരുന്നു. കാരണം ഒരു മകനും അങ്ങനെ പോകത്തില്ല. ഒരു 1-2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പിന്നെ അതായത് ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ സ്ത്രീക്ക് എന്താ ഇത് ബോധമില്ലായിരുന്ന? ഇനി എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഈ കുഞ്ഞിനെയും കൊണ്ടുപോകണം, അതല്ലേ വേണ്ടത്. അല്ലാതെ കുഞ്ഞിനെയും ഒറ്റക്കാക്കിയിട്ട് അങ്ങനെ പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കുഞ്ഞും പൊറുക്കും. ഈ മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം കൊണ്ട് മാത്രമല്ല മാതാവാകുന്നത്, കർമ്മം കൊണ്ട് കൂടിയാണ്. അപ്പൊ ഇതൊക്കെ ഉള്ളപ്പോൾ ഈ സുധി എന്തോ അത്ര വലിയൊരു മോശക്കാരനാണ്, അല്ലെങ്കിൽ സുധി അത്ര ശരിയല്ല എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാൻ മാത്രമേ ഈ ഇന്റർവ്യൂ കൊണ്ട് ഉപകാരപ്പെടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ രേണുവിനോടുള്ള സ്നേഹം കളയരുത്. ഇപ്പോൾ ഈയിടെയായിട്ടെന്ന് പറഞ്ഞാൽ രേണു എന്ന് പറയുന്ന വ്യക്തി ഭയങ്കരമായിട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്തൊക്കെയാ ഇവർ പറയുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത് എന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. പല സ്ഥലത്തും പല സമയത്തും പലതും എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ കല്യാണക്കാര്യമാണ്. എടോ, കല്യാണം കഴിക്കുന്നതൊക്കെ കഴിച്ചോ? ഈ അലാഖിൻ്റെ ഇതാരും പറയുന്നില്ല നിങ്ങൾ കല്യാണം കഴിക്കണ്ടെന്നോ ഒറ്റയ്ക്ക് ജീവിക്കണമെന്നോ ഏതെങ്കിലും മനുഷ്യന്മാർ പറയുന്നുണ്ടോ? പക്ഷെ ഇതൊക്കെ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മളിങ്ങനെ വിളിച്ചു കൂവുന്നത്? നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വകാര്യമായിട്ട് ജീവിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കല്യാണം കഴിച്ച് ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ ദിവസം വന്നിട്ടും ഞാൻ നാളെ കല്യാണം കഴിക്കും, മറ്റന്നാൾ കല്യാണം കഴിക്കും, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. എന്തിന്? അതായത് 2-3 വർഷം കഴിയട്ടെ,
നിങ്ങൾക്കിപ്പോഴും വീടായി കാര്യങ്ങളായി. അതുമാത്രവുമല്ല, നിങ്ങൾ എന്ത് ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ കണ്ടറിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചങ്ങാതിമാരുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുധി ജോലി ചെയ്ത സ്ഥാപനത്തിലെ ശ്രീകണ്ഠൻ നായർ വരെയുണ്ട്. ഇനിയിപ്പോൾ സുധിയുടെ കുടുംബത്തിന് ഇനി എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സഹകരിക്കുന്ന ജനങ്ങൾ തന്നെയാണ്. പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും വന്നിട്ട് അങ്ങനെയാണ്, എനിക്കൊറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല, ഇതാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പേരും പറഞ്ഞിട്ട്, കല്യാണത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ജനങ്ങൾ മുഴുവൻ ഇവരെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ജനങ്ങൾ നല്ല രീതിയിൽ ഇവരെ വെറുക്കുന്നുണ്ട്. ഇപ്പോഴും ആ പഴയ ഒരു എന്താ പറയേണ്ടത്, പഴയ പേരോ പെരുമയോ ഒന്നുമില്ല. ഇപ്പോഴും രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കോമഡി കഥാപാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, ഓരോ ഇന്റർവ്യൂവിലും ഓരോ കാര്യങ്ങൾ ഇതുപോലെ വന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ ഇത് ചിരിക്കുകയാണ്, ഇതൊരു കോമഡി പീസായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്നു, ഒരുപാട് ബഹുമാനമുള്ള ഒരു വ്യക്തിയായിരുന്നു രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കൊല്ലം സുധിയ എന്ന അതുല്യ കലാകാരനെ സ്നേഹിച്ച എല്ലാവരും എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ഇങ്ങനെയുള്ള വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് മാത്രമാണ് ഈ രേണുവിൻ്റെ ബല കളഞ്ഞു കുളിക്കുന്നത്. അതില്ലാതാക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇമാതിരി തോന്നിയവാസം ഒരിക്കലും പറയരുത്, എവിടെയും പറയരുത്. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ദിവസം പോലും രേണുവിന് ഇൻ്റർവ്യൂ കൊടുത്തില്ലെങ്കിൽ ഉറക്കം വരാത്ത സ്ഥിതിയാണ്. എന്തിനാണ് അങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്? ഒരു കണ്ടന്റും ഇല്ല, വെറുതെ ഇങ്ങനെ പറയുകയാണ് എൻ്റെ സുധിച്ചേട്ടൻ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു, എൻ്റെ സുധിച്ചേട്ടൻ എന്നെ അങ്ങനെ സ്നേഹിച്ചു, എൻ്റെ സുധിച്ചേട്ടൻ്റെ പഴയ ഭാര്യയെ വിളിച്ചു, എൻ്റെ സുധിച്ചേട്ടൻ്റെ പഴയ ഭാര്യയെ വിളിച്ചിട്ട് എന്നോട് കരഞ്ഞു പറഞ്ഞു. എന്ത് മാങ്ങാത്തൂലിയാന്ന് കരഞ്ഞു പറയാനുള്ളത്? ആ സ്ത്രീ വിട്ടുപോയ അവരെ കഴിവ് കേട്, അതത്രേ ഉള്ളൂ. ഇനി സുധീൻ്റെ കയ്യിലെ പ്രോബ്ലം ഒന്നും നമുക്കറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും കുഞ്ഞിനെ ഉപേക്ഷിച്ചാണ് പോയിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയത് ആരാ തെറ്റുകാർ? അമ്മ തന്നെയാണ്. നേരെ മറിച്ച് സുധിയാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചതെങ്കിൽ ശരിയാണ്, സുധി തെറ്റുകാരൻ തന്നെയാണ്. പക്ഷെ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യവും അവരുടെ സുഖവും ഇതും നോക്കിപ്പോയി. അതത്രേ ഉള്ളൂ. അവർക്ക് ജീവിതം മടുത്തു എന്ന് കണ്ടപ്പോൾ അവരങ്ങ് പോയി. അതിന് സുധീൻ്റെ പേര് വലിച്ചിട്ടിട്ട് പിന്നെ വീണ്ടും ആ ഒരു മനുഷ്യൻ എന്തിനേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും സുധീൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ കരയരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കപ്പെടുന്നു. ഇനിയും തന്നെ ഇൻ്റർവ്യൂവിന് ആൾക്കാർ വരുമ്പോൾ ഞാൻ വരുന്നില്ല. എന്തൊക്കെ കോലാ കെട്ടുന്നത്, ഒരു പ്രാവശ്യം കൊണ്ട് ഈ കല്യാണ പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങുന്നത്. അതൊക്കെ ആരും വേണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിനൊക്കെ ഒരു നേരവും കാലവും ഉണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ സമയത്തും എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കേൾക്കുമ്പോഴില്ലേ, നമുക്ക് ഈ സ്ത്രീയാണ് ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്തത്, അതുപോലെ നമുക്ക് എന്താ പറയുക ഒരു ഇത് തോന്നുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചാൽ പിന്നെ അതൊരു ആഘോഷമാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് മരിച്ചേ എന്ന് പറഞ്ഞിട്ട് അല്ല, എൻ്റെ ഭർത്താവ് മരിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെ നടന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടി, വീടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് കല്യാണം വേണം. അതാ ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ അടുത്തന്നെ ഒരു താത്തേനെ നമ്മൾ കണ്ടതാണ് ഈ കല്യാണത്തിൻ്റെ പേരും പറഞ്ഞിട്ട്. കാരണം ഇതൊക്കെ നടക്കുന്നത് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പണം, അത് കഴിഞ്ഞ് കുറച്ച് കല്യാണം, പിന്നെന്ന് പറഞ്ഞാൽ സുഖജീവിതം. അതാണ്. ഈ ആദ്യത്തെ ഭർത്താവ് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു അത്താഴ ഭക്ഷണിക്കാരനായിരിക്കും. ഓനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇനി വരുന്നവന് ഇവർക്കറിയാം കുറച്ച് പൈസ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് ജീവിക്കാം, ലാവിഷായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാമെന്ന് ഇവർക്കും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇവർ പല ഇൻ്റർവ്യൂവിൽ പോകുന്നുണ്ട്. ഇൻ്റർവ്യൂവിൽ നിന്ന് പൈസ കിട്ടും, വെറുതെ ഒന്നല്ല. ഈ ഓരോ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള തുക കിട്ടുന്നുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കേസാണ്. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ സുധീനെ വിറ്റുന്നത് മതിയായില്ലേ? ഇനിയും നിർത്തിക്കൂടെ? ഇങ്ങനെ സുധീൻ്റെ കാര്യം തന്നെ എപ്പോഴും എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറ. സുധി ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതൊക്കെ പറഞ്ഞോ, അത് കുഴപ്പമില്ല. സുധി അന്ന് പോയത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കുഴപ്പമില്ല. ഈ പണ്ടത്തെ ജീവിതം വെച്ചിട്ട് കളിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് ഭയങ്കര നാണക്കേടാണ്, പിന്നെ മാനക്കേട് വന്നായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരുമായിരുന്നു. ഇപ്പോഴതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ രേണുവിനോട് ഇനിയെങ്കിലും ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ കുറച്ചൊരു ഇത് ചെയ്യണമായിരുന്നു. എങ്ങനെ ജനങ്ങളെ വെറുപ്പിച്ച് അങ്ങ് തലയെ കയറി പോകുമായിരുന്നു. അതാണ് പറയാനുള്ളത്. ഇപ്പം എല്ലാവരും ചിരിക്കുവാണ്. ഈ സുധീരെ കൂട്ടുകാർ തന്നെ ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഈ സ്ത്രീ എന്താ വിളിച്ച് പറയുന്നതെന്ന്. മനസ്സിലായി? അവർക്ക് തന്നെ ഒരു വെറുപ്പ് വരാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പിന്നെ രേണുവിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു കോമഡിയാണ്, എല്ലാവർക്കും ഒരു കോമഡി പീസാണ്. കാരണം ഇവർ എന്താ എന്താ പറയുക, ഇതിനൊക്കെ ഒരു കമൻ്റ് ഉണ്ട്, ഈ തള്ള എന്താ ചെയ്യുന്നത്, ഈ തള്ള എന്ത് പണിയാണ് എടുക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളാണ് വരുന്നത്. ചാനലുകാർക്ക് പോയി തന്നെയാണ് ഇങ്ങനെയുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ചെറുക്കൻ പിണങ്ങിപ്പോയി, അതുപോലെ ചെറുക്കന് വീട് കൊടുക്കത്തില്ല, ഇനിയിപ്പോൾ അമ്മയും ആ ഇളയ മകനും മാത്രമായിരിക്കും അവിടെ താമസിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നുമല്ല. ആ ചെറുക്കന് സ്നേഹം ഉണ്ടെങ്കിൽ ആ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ തന്നെ നിൽക്കും. പക്ഷേ ചെറുക്കൻ കാരണമാണ് എനിക്ക് കല്യാണം കഴിക്കാൻ കഴിയാത്തത്. ഇനി ചെറുക്കൻ ഉണ്ടാകുമ്പോഴെങ്ങനെ കല്യാണം കഴിക്കുക? അല്ലെങ്കിൽ ഈ ചെറുക്കനാ. ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടാ, ഇനി നിങ്ങളെല്ലാവരും പറഞ്ഞ് ആ ചെറുക്കനെ ഓടിക്കാൻ നോക്കല്ലേ. അതിന് അച്ഛനും ഇല്ല, ഇപ്പം അമ്മയില്ല, വീട്ടുകാരും ആരുമില്ല. അതിനാകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാട്ടുകാരും പിന്നെയെന്ന് പറഞ്ഞ് നിങ്ങളും മാത്രമാണ്. അതുകൊണ്ട് ഇനി അതിനെ ഓടിക്കാൻ നിൽക്കരുത്. കാരണം അതിനിങ്ങനെ പറഞ്ഞ് ഓടിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു 10-12 വയസ്സായിന്ന് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ 10-18 വയസ്സുള്ളൊരു ചെറുക്കനാണ്. ഇങ്ങനെ പറഞ്ഞ് അതിനും അടുത്തിട്ട് അത് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ല നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അത് നല്ലതാണെന്ന്. പക്ഷെ അത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി കുറച്ചു കാലം വായി അടക്കി നിൽക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കുക. എന്നാൽ തന്നെ കുറേ സമാധാനം കിട്ടും. ഇത് ഓരോരോ സമയത്ത് പോയിട്ട് ഓരോരോ കോപ്രായങ്ങൾ കിട്ടുക. അതുപോലെ തന്നെ മേക്കപ്പ് ഇട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് എന്നാ പറയുന്നത് ഫോട്ടോഷൂട്ടാണ്. ഈ ഫോട്ടോഷൂട്ട് പോലെ എൻ്റെ കല്യാണം കഴിഞ്ഞേ, ഞാൻ കല്യാണം കഴിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടില്ല സംലൈൻ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ വളരെ മോശമാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ആ സുധി എന്ന് പറയുന്ന കലാകാരനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നെറുകേട് തന്നെയാണിത്. അതുകൊണ്ടാണ് പറയുന്നത് ആ മനുഷ്യനിങ്ങനെ ചെയ്യരുത്. അയാൾ എങ്ങനെയെങ്കിലും അയാൾക്ക് ഇപ്പോൾ ഒരു പേരുണ്ട്, ആ പേരിലങ്ങ് പോയിക്കോട്ടെ. പഴയ ഭാര്യേനെയും ഭർത്താവിനെയും മറ്റുള്ളവരെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ആ മനുഷ്യൻ്റെ പേര് കളയരുത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ നന്ദി, നമസ്കാരം.